ഗുരുവായൂർ ദേവസ്വത്തിന്റെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രത്തിൽ ശുചിമുറി മാലിന്യം പുറത്തേക്ക് ഒഴുക്കുന്നത് ഭക്തരെ ദുരിതത്തിലാക്കുന്നു. ദിവസങ്ങളായി തുടരുന്ന മാലിന്യ പ്രശ്നം പരിഹരിക്കാത്തതിൽ ദേവസ്വത്തിനെതിരെ പ്രതിഷേധം ശക്തമാണ്. കേന്ദ്ര സർക്കാരിന്റെ പ്രസാദ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 23.56 കോടി രൂപ ചിലവിട്ട് 3 നിലകളിലായിട്ടാണ് പാർക്കിംഗ് കേന്ദ്രം നിർമ്മിച്ചിട്ടുള്ളത്. ദിനംപ്രതി 100 കണക്കിന് തീർത്ഥാടകരാണ് ഇവിടെ എത്തുന്നത്. ഇവർക്ക് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ മതിയായ സംവിധാനമില്ലാത്തതിനാലാണ് പാർക്കിംഗ് കേന്ദ്രത്തിനു പുറത്ത് താൽക്കാലികമായി 10 ശുചിമുറികൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇതിന്റെ സെപ്റ്റി ടാങ്ക് നിറഞ്ഞാണ് മാലിന്യം പുറത്തേക്കൊഴുകുന്നത്. ദുർഗന്ധം മൂലം വീടിന്റെ ജനലുകളും വാതിലുകളും അടച്ചിടേണ്ട അവസ്ഥയാണെന്ന് പരിസരവാസികൾ പറയുന്നു. ദുർഗന്ധം സഹിച്ചാണ് ഇവിടെ കഴിയുന്നതെന്ന് പരിസരവാസിയായ അഡ്വക്കേറ്റ് KR സരസ്വതി പറഞ്ഞു. 10 മീറ്റർ പോലും ഉണ്ടാവില്ല എന്റെ വീടും ഈ പറഞ്ഞ ടോയ്ലറ്റ്സും തമ്മിലുള്ള വ്യത്യാസം. ഈ ടോയ്ലറ്റ്സിന്റെ പുറകിൽ മുഴുവനും മലമൂത്ര വിസർജനം ഒഴുകി ഇതാക്കണം. നമുക്ക് വീടിന്റെ അകത്ത് നിൽക്കാൻ വയ്യ, പുറത്ത് നിൽക്കാൻ വയ്യ. വളരെ ഒരു ഹൊറിബിൾ സിറ്റുവേഷൻ ആണ്. വെരി ഡിഫിക്കൽട്ട് ടു ലിവ് ഹിയർ. അപ്പൊ ഇത്രയും ഇവര് കണ്ടിട്ടും പോലും കണ്ടില്ല എന്ന് അടിച്ചതാക്കുമ്പോൾ നമുക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ സ്ഥിതി തുടർന്നാൽ പരിസരത്തെ കിണറുകളും മലിനപ്പെടുമെന്ന ആശങ്കയുണ്ട്. തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിച്ചാൽ മാലിന്യം റോഡിലേക്കും ഒഴുകിയെത്തുന്ന സ്ഥിതിയിലാണ്. ഇതിനെതിരെ പരാതി നൽകി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നടപടി സ്വീകരിക്കാത്ത ദേവസ്വം നിലപാട് പ്രതിഷേധാർഹമാണെന്ന് വാർഡ് കൌൺസിലർ ശോഭ ഹരിനാരായണൻ പറഞ്ഞു. ഏറ്റവും പ്രാകൃതമായ രീതിയിൽ ടോയ്ലറ്റുകൾ പണിതു വെച്ചിട്ടുണ്ട്. അതിന്റെ പിന്നില് ടാങ്ക് ഉണ്ടെന്ന് പറയുന്നു. ടാങ്ക് കാണാൻ പറ്റാത്ത രീതിയിൽ അത് പുറത്തേക്ക് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുകയാണ്. ഇത് ഒഴുകിയിട്ട് നമ്മൾ വരുന്ന ഈ പാർക്കിങ്ങിലേക്ക് എൻട്രൻസിൽ വരുന്ന അവിടെ വരെ ഒഴുകി എത്തിയിട്ടുണ്ട്. കുറച്ച് ബ്ലീച്ചിങ് പൗഡർ ഇടാന്നല്ലാണ്ട് ഈ 4-5 ദിവസമായിട്ട് ഇതൊരു റിപ്പോർട്ട് ചെയ്തിട്ടും ഗുരുവായൂർ ദേവസ്വത്തിലും ഗുരുവായൂർ നഗരസഭയിലും റിപ്പോർട്ട് ചെയ്തിട്ടും ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. കുറെ പ്രായമായവരും കുറെ ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അവർക്ക് മൂക്ക് പൊട്ടിയിട്ട് ഇവിടെ നിൽക്കാൻ പോലും വയ്യ, അസുഖങ്ങൾ വരുന്നു. അവരുടെ കിണറിലേക്കാണ് ഈ അടിയിൽ കൂടെ ഈ കക്കൂസ് മാലിന്യം ഒഴുകി പോണത്. ODF+++ പ്രഖ്യാപിച്ചിട്ടുള്ള നഗരസഭയിലത്തെ അവസ്ഥയാണ് ഇത് കാണുന്നത്. ദേവസ്വം അധികൃതർ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി രംഗത്തിറങ്ങുമെന്നും കൌൺസിലർ അറിയിച്ചിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.